ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലത്തെ പാദസരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഐപ്പിന് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ ജംഗ് റിങ്സ് എടുത്തിട്ടുണ്ട്, 2 കുളത്തെടുത്തിട്ടുണ്ട്, എസ്കോളത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബീഡ്സ് എടുക്കാം. ഞാനിവിടെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇഷ്ടമുള്ള കളറിലായാലും എടുക്കാവുന്നതാണ്. നമുക്ക് ഉണ്ടാക്കാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്ലെയറൊന്നും ഇല്ല, നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിക്കണേ. അപ്പോൾ ഇതാണ് ഐപ്പിനെ നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ജംഗ് റിങ്സ് നമ്മൾ കുളത്തിൻ്റെ അറ്റങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന വട്ടത്തിലുള്ള സാധനമാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, 4 എണ്ണം. അപ്പോൾ ആദ്യം നമുക്ക് നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് ഐപ്പിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് മുത്ത് ഒരെണ്ണം ഇട്ട് കൊടുക്കാം, എത്ര നീളത്തിൽ നമുക്ക് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു മുത്ത് വീതമാണ് കോർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2 മുത്തിലോ എത്ര മുത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞാനൊരു മുത്തിൻ്റെ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മുത്തെടുത്തിട്ട് ബാക്കി അപ്പുറത്തെ സൈഡ് വളയ്ക്കാൻ പാകത്തിനുള്ള ഒരു നീളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയും കേട്ടോ. അതിന് ശേഷം അതിൻ്റെ അറ്റഭാഗത്ത് പിടിച്ചിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുളത്ത് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു കുളത്ത് പോലെയുള്ള ഭാഗത്തിലേക്ക് അടുത്ത ഐപ്പിൻ എടുത്തിട്ട് നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലെയറൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് കുറച്ച് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ രണ്ടാമത്തെ ഐപ്പിന് അതിലൂടെ കോർത്ത് കൊടുത്തിട്ട് ആ കുളത്ത് പോലിരുന്ന ഭാഗം അമർത്തി വിട്ടു പോരാത്ത രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ 2 ഐപ്പിന് കോർത്തെടുത്തിട്ടുണ്ട്. ഒരു ഐപ്പിനകത്ത് മുത്തിട്ടിട്ട് കോർത്തതും രണ്ടാമത്തെ ഐപ്പിന് വെറുതെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാദസരമുണ്ട് ഇത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു ബീഡും കൂടി ഇട്ട് കൊടുക്കാം. പൈപ്പിന് കുറച്ച് നമുക്ക് പാകത്തിനുള്ള അളവിൽ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് വളച്ചെടുത്താൽ മതിയില്ല. അപ്പോൾ അതേ ഓരോന്നും ഇതുപോലെ തന്നെ നമ്മൾ കോർത്ത് എടുക്കേണ്ട. അപ്പോൾ ആദ്യം ഒരു ഐപ്പിന് ഇടുക, അതിൻ്റെ ഉള്ളിൽ ഒരു മുത്ത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റഭാഗം ഒന്ന് വളച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേറൊരു ഐപ്പിന് ഇട്ട് കൊടുത്തിട്ട് അതിനെ കൂട്ടി യോജിപ്പിച്ചെടുക്കേണ്ട. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളം നീളം വേണം അതനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു പാദസരത്തിന് വേണ്ടിയിട്ട് 23 ഐപ്പിനാണ് എടുത്തത്. അതുപോലെ തന്നെ 23 മുത്തുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും കൂടി നമുക്ക് 46 ഐപ്പിനും 46 മുത്തുകളും കൂടി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എത്ര നീളം വേണം അതനുസരിച്ച് കോർത്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുളത്തിടാനുള്ള ജംഗ് റിങ്സ് കോർത്ത് കൊടുക്കാം കേട്ടോ അറ്റത്ത്. അതിന് ശേഷം നമുക്ക് നീളത്തിൽ മുത്തുകൾ കോർത്തെടുക്കുക. അപ്പോൾ ആദ്യം ആ അറ്റഭാഗത്തെ ഐപ്പിൻ്റെ ഹോളിലോട്ട് ജംഗ് റിങ്സ് തുറന്നിട്ട് ഒന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നിർത്തി കൊടുത്തുനിന്ന് മുത്ത് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം നീളം വേണം അതനുസരിച്ച് നീളത്തിൽ ഇതുപോലെ ഐപ്പിനിൽ മുത്ത് കോർത്ത് റെഡിയാക്കി എടുക്കുക. അവസാനത്തെ ഐപ്പിന് വരുമ്പോൾ നമ്മൾ വളച്ച് കൊടുക്കില്ലേ മുത്തിട്ടതിന് ശേഷം, ആ വളച്ച് കൊടുക്കുന്നിടത്ത് ഇതുപോലെ തന്നെ റിങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണേ കേട്ടോ.
കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുളത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ കുളത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കുളത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു പാദസരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തേക്കുള്ള ഒരു പാദസരം കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ, ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇത്. അപ്പോൾ അതേ നമ്മുടെ 2 പാദസരങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.